നവംബർ 15 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ആൽബർട്ട് ദി ഗ്രേറ്റ്. കേൾക്കാം. ശാസ്ത്രത്തെയും തത്വചിന്തയെയും നമ്മുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാവണം ലോകം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിച്ചത്. ഒന്നാമതായിട്ട്, തുടക്കത്തില് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ പദുവ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു വലിയ അനുഭവമുണ്ടായി. അതോടെ അറിവിനോടുള്ളൊരടങ്ങാത്ത ദാഹം അദ്ദേഹത്തിൽ നിറഞ്ഞു. പിന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു പ്രേരണയായി അത്. രണ്ടാമത്തെ കാര്യം, പഠനത്തിനും പഠിപ്പിക്കലിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. അവിടെ ദൈവശാസ്ത്രം, പ്രകൃതിശാസ്ത്രം, തത്വചിന്ത അങ്ങനെ പല വിഷയങ്ങളിലും വലിയ പാണ്ഡിത്യം നേടി. പ്രത്യേകിച്ച് പറയേണ്ട ഒന്നാണ് അരിസ്റ്റോട്ടലിന്റെ ചിന്തകളെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ഭംഗിയായിട്ട് ചേർത്തുവെച്ചത്. മൂന്നാമതായി, നമ്മളൊക്കെ കേട്ടിട്ടുള്ള വിശുദ്ധ തോമസ് അക്വിനാസില്ലേ, അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഈ വിശുദ്ധൻ. നല്ല ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിച്ചു. പിന്നീട് വലിയ പദവിയായ ബിഷപ്പ് സ്ഥാനം കിട്ടിയെങ്കിലും ഒരു സാധാരണ സന്യാസിയുടെ എളിയ ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, അറിവിനോടുള്ള ഒരു തീവ്രമായ അന്വേഷണവും ദൈവത്തിലുള്ള വിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു വിശുദ്ധ ആൽബർട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനദാതാവായ ദൈവമേ, അങ്ങയുടെ സൃഷ്ടിയുടെ മഹത്വം തിരിച്ചറിയാനും പഠനത്തിൽ മികവ് നേടാനും വിശുദ്ധ ആൽബർട്ടിന്റെ മാധ്യസ്ഥത്താൽ സഹായിക്കണമേ. ആമീൻ. ഇനി ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിഷ്ടമുള്ള താല്പര്യമുള്ള ഒരു കാര്യം ഇന്ന് പുതിയതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അറിവ് നേടുന്നതിലുള്ള ഒരു സന്തോഷം നമുക്കും കണ്ടെത്താം.